ഡ്യൂക്കിന്റെ ഷാസി ഞാൻ 2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് എഞ്ചിൻ മാറിയിട്ടുണ്ട്. എഞ്ചിൻ 8 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. 8 ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ശരിക്കും ചേഞ്ച് ചെയ്ത് അഫോർഡബിൾ പ്രൈസിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ എന്നോട് ആൾക്കാർ പറയുന്നത് ഞാൻ NS200 ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു വരുന്ന കാര്യം ഇത് ഭയങ്കര സീനാ ദീപക്കെ, ഇത് ഓടിച്ച കൈ നിൽക്കില്ല, NS ഓടിക്കണ പോലെ ഓടിക്കരുത്. അപ്പൊ തന്നെ അപ്പൊ ഞാൻ പോകുന്നത് അപ്പൊ ഈ ചെറിയ വണ്ടിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന CBR 250 ഒക്കെ ഉണ്ട്, നിഞ്ച 250 ഒക്കെ ഉള്ള പിള്ളേരുണ്ട്. ഹൈവേയിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം, സാധനം വേണം. അപ്പോഴാണ് ഈ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് കൊടുത്ത് ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ അത് കൊടുക്കേണ്ടതെന്ന വണ്ടി ഇപ്പം കൊടുക്കാൻ അത് സത്യം. അങ്ങനെ വീണ്ടും കൊടുക്കുന്നത് ട്രിപ്പ് റൈഡ് ഫുൾ ട്രിപ്പിംഗ് അത്രയും കിലോമീറ്റർ. അന്ന് പെട്രോളിന്റെ വില 45 രൂപയുള്ളൂ. 45 രൂപക്ക് ആ NS200 ഏകദേശം 45-50 കിലോമീറ്റർ മൈലേജും കിട്ടും. 50 കിട്ടും. 50 പനിയൊക്കെ കുടിച്ചാൽ 50 അടുത്ത് ഞാൻ ചോദിച്ചാൽ ഓർമ്മയുണ്ട് എത്രയായിരിക്കും. അപ്പോൾ ഒരു ദിവസം 30,000 രൂപയായിരുന്നു. ഒരു ദിവസം 30,000. ഞാൻ വന്ന വണ്ടി സെറ്റപ്പ് ലോൺ ഇട്ട വണ്ടിയാണ്. പെട്രോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പെട്രോൾ കാശും ഇല്ലാണ്ടിരിക്കുമ്പോൾ 30,000. വണ്ടിയുടെ പണിയും വേറെ കേട്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി. 30,000 രൂപ ആൾക്കാർ ഓടിക്കേണ്ടത്. അന്ന് ഫുൾ ബാച്ചൊക്കെ വന്ന് അത്രയും ആൾക്കാരില്ല. ആ പ്രായത്തിൽ എല്ലാവരും ചെയ്യും. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരും ചെയ്യുന്ന, ഞാനും ചെയ്തില്ലെന്നൊന്നും പറയുന്നില്ല. കുറേ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്, പോലീസും പിടിച്ചിട്ടുണ്ട്, ഫൈനും അടച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നോട് പണ്ട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. എനിക്ക് ഞാൻ ബജാജ് പ്ലാന്റ് ആദ്യമായിട്ട് 2017 2017 പോകുമ്പോഴാണ് ഈ ചോദ്യം. അതിൻ്റെ ഇടയിൽ ഒരു കഥയുണ്ട്. 2013 ചരിത്രം, ഇന്ത്യൻ ചരിത്രം മാറ്റിയൊരു കഥ. ഇത് വണ്ടിയിൽ വെക്കണം. ഞാൻ വേണമെങ്കിൽ എടാ ഇരുന്ന് പറയണം അപ്പോഴേ. അല്ല ഇരിക്കണമെന്നില്ല, ഞാൻ പിന്നെ അങ്ങ് ഇരുന്നേ ഉള്ളൂ. സുഖമല്ല. ഇവിടെ രണ്ടുപേരും കിട്ടുന്നുണ്ടോ? തലയും കിട്ടുന്നുണ്ടോ? എല്ലാം കിട്ടുന്നുണ്ടോ? റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് മണിക്കൂർ അങ്ങനെ കളയല്ലേ. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പോഡ്കാസ്റ്റ് ചെറിയൊരു പോഡ്കാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ച്ലെസ് ആണ്. അതെ. എന്താണ് ബ്രോ പറയാനുള്ളത്? അങ്ങനെ എന്താ എന്ത് സാധനം ചോദിച്ചാലും നമ്മൾ പറയും. എന്ത് ചോദിച്ചാലും പറയും. എന്ത് വെച്ചാൽ വണ്ടിയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വമാണ് നമ്മുടെ ക്ലച്ച്ലെസ് ദീപക് ബ്രോ. അപ്പോൾ ഞങ്ങളൊക്കെ പോലും പരമാവധി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് ചോദിച്ചാണ് ക്ലിയർ ചെയ്തത്. ചോദിച്ചിട്ടുണ്ട്. ഒരു പോഡ്കാസ്റ്റ് ലെവലാണ് നമ്മളത് പരമാവധി ഇങ്ങനെ നമ്മൾ നോർമൽ സംസാരിക്കത്തില്ലേ, ഒരു രീതിയിൽ സംസാരിച്ചാൽ മതി. ബ്രോ ഏതൊക്കെ വണ്ടി ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട്? അതൊന്ന് ജസ്റ്റ് ഒന്ന്. ഉപയോഗിച്ച വണ്ടികളാണ് ഇപ്പോൾ RTR 310 ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത വണ്ടി എൻ്റെ ഹോണ്ട ഡിയോ, അത് ഞാൻ കൊടുത്തു. എനിക്ക് ഇപ്പോഴും വിഷമമുള്ളൊരു വണ്ടി. നീ നടന്നു നോക്കോ, അല്ലെങ്കിൽ പാവം. ശരി പറഞ്ഞോ. ഇല്ല ഇപ്പം പാവം പോട്ടെ. ഇവൻ എൻ്റെ വന്ന് ഇവനും കഥ പറയും. അത് ശരിയാ. ഇവന് ഞാൻ പറഞ്ഞു എൻ്റെ വീടിന്റെ അപ്പുറത്താ. നീ എവിടെ ഇത്രയും കാലം? നീ നിന്നെ തിരക്കാനൊരു സ്ഥലമില്ല. 2 ലോഞ്ചിന് ഇവൻ അവിടെ നിന്ന് പോയി മറ്റേ വിട്ട് മനോരമ വിട്ടില്ലേ? അപ്പം വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഇല്ലെങ്കിൽ കുറച്ച് ന്യൂസ് അറിയാനുണ്ടായിരുന്നു. പറഞ്ഞു വന്ന കാര്യം, മറ്റേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഹോണ്ട ഡിയോ. ഡിയോ പണ്ടത്തെ കാലത്ത് 2008 ഡിയോ. ഡിയോയിലായിരുന്നു ഞാൻ കോളേജിലൊക്കെ പോയ. 2010 2011 12 ഞാൻ ഡിയോയിലാണ് പോയ. എന്നിട്ട് വീട്ടിൽ കരഞ്ഞ് ബൈക്ക് വേണമെന്ന് കരഞ്ഞ് പൾസർ 135 യൂസ്ഡ് എടുത്തന്ന്. യൂസ്ഡ് പൾസർ 135. അത് ആ വീട്ടിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 220 എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. 220 അത് ആ സമയത്ത് എല്ലാവരുടെയും ആഗ്രഹം 220 എടുക്കണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മ എന്നുള്ള ഞാൻ അന്ന് 220 എടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ പൾസർ 135 ഉണ്ടായിരുന്നു ആ ടൈം. 2010 എന്തോ പൾസർ 135. അത് 4 വാൽവ് ആയിരുന്നു. ആദ്യത്തെ 4 വാൽവ് എഞ്ചിൻ ഓടിക്കാൻ രസമായിരുന്നു. LS കണ്ടല്ലേ? ലൈറ്റ് സ്പീഡ് എന്നായിരുന്നു എൻ്റെ ഫുൾ ഫോം. ലൈറ്റ് സ്പീഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എന്തോ സെറ്റപ്പായിരുന്നു. പക്ഷെ വണ്ടി സെറ്റപ്പായി. ഞാൻ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് റീസെയിൽ കുറഞ്ഞ വണ്ടി അതായിരുന്നു. എല്ലാവർക്കും പൾസർ വലിയ ടാങ്ക്. എന്താ പ്രപഞ്ചം എതിരാണല്ലോ. അപ്പോൾ ഞാൻ എടുക്കാൻ കാണുന്ന പറഞ്ഞാൽ ബഡ്ജറ്റ് ആകെ 30,000 രൂപയുള്ളൂ. ഡിയോന്ന് അപ്ഗ്രേഡ്. അപ്പോൾ ഡിയോ കൊടുത്ത് ഒരു ബൈക്ക് എടുക്കണം. ഡിയോയിൽ പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ ഡിയോയിലാണ് പോകണം. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ. അതെ. അന്ന് നമുക്ക് ഈ കംഫോർട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ക്രൂസ് സ്പീഡിനെ പറ്റിയോ ഒരു ഐഡിയ ഇല്ല. അല്ല, എന്തെങ്കിലും മേടിക്കാൻ പറ്റുന്ന വണ്ടി ഡിയോ ആയിരുന്നു. അതുകൊണ്ട് അതായത് ഡിയോയിലാണ് നമ്മുടെ ഈ അക്രമമൊക്കെ പോയ.
എന്നിട്ട് എനിക്ക് മനസ്സിലായി അതിന്റെ ബെൽറ്റ് എപ്പോഴും സ്ലിപ്പാവും. അപ്പൊ എനിക്ക് മനസ്സിലാണല്ലോ എന്തുകൊണ്ട് കൈ കൊടുക്കുമ്പോ ഇല്ലേ കൈ കൊടുത്ത് ഹൈ സ്പീഡ് എപ്പോഴും കുറെ നേരം പോവല്ലേ, 80 എത്ര 80 സ്പീഡ് കയറുള്ള 80 മൊത്തം പോവാ. അവിടെ പണ്ട് കുതിരാൻ റോഡൊക്കെ കുത്തി പൊളിച്ചിട്ടൊക്കെ റോഡൊന്നും മര്യാദക്കില്ല. കുതിരാനിൽ ചെന്ന് ബെൽറ്റ് പൊട്ടും. എന്തോ എന്ത് ചെയ്യാ, നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് വെച്ച് ചവിട്ടി തള്ളും, അടുത്തുള്ള ഷോപ്പിൽ പോയി അവർ മാറ്റിയിട്ട് തരും, അല്ലെങ്കിൽ അവിടെ നിന്ന് KSRTC തിരിച്ച് കോളേജിൽ പോകും. വല്ലാത്ത എക്സ്പീരിയൻസ്. എന്നിട്ട് ഞാൻ മനസ്സിലാക്കി സ്കൂട്ടർ നമുക്ക് പറ്റിയ കാര്യമല്ല, ബൈക്കിലോട്ട് മാറാം. ബൈക്ക് നോക്കി വന്നപ്പോ അന്ന് കുറെ യമഹയുടെ SC എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു, SZ എന്ന് പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഒരു മൈൽഡ് വെർഷൻ. അന്ന് FCക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. 45 രൂപയൊക്കെ റീസെയിൽ വരുന്നതിന്. അപ്പോൾ 45 രൂപയൊക്കെ കൊടുത്ത് കോളേജിൽ പോകാൻ വരെ വീട്ടുകാർ അടിക്കും. അപ്പം 30 രൂപ ബഡ്ജറ്റ് കിട്ടുന്ന വണ്ടി ഞാൻ കടയിൽ അന്വേഷിച്ചപ്പോൾ പൾസർ, എനിക്ക് പൾസർ വേണമെന്നായിരുന്നു. പക്ഷേ ഏറ്റവും റീസെയിൽ കുറഞ്ഞ പൾസർ 135 ആയിരുന്നു. കാണാൻ ചെറിയ ടാങ്ക്, കാണാൻ അത്ര സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ പൾസർ ബാജിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പൾസറായി, വിലയും കുറഞ്ഞു. ഏകദേശം ഒരു സെയിം പെർഫോമൻസ് ഒരു SZ വണ്ടി ഉണ്ടായിരുന്നു പണ്ട്. ആ വണ്ടീനെക്കാട്ടും പെർഫോമൻസ് കുറച്ച് കൂടുതലാ. എന്നാലും FCയുടെ അത്ര പെർഫോമൻസ് ഉണ്ടായില്ല. പണ്ടത്തെ CB Z 150 അത്ര പെർഫോമൻസ് ഉണ്ടായില്ല. പക്ഷെ നല്ല ഹയർ റവിങ് ആയിരുന്നു. പൾസറിൽ നിന്ന് സാധാരണക്കാട്ടി കുറച്ചുകൂടി റവി ഉള്ള ഒരു എഞ്ചിനായിരുന്നു. നല്ല മൈലേജ്, ഫ്യൂൽ എക്കോണമി ഉള്ള മോട്ടോർ സൈക്കിളായിരുന്നു. അപ്പൊ ആ വണ്ടിയാണ് ആർക്കും വേണ്ട. അത് കാണുമ്പോൾ തന്നെ ചെറിയ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്. അതുകൊണ്ട് ആർക്കും കടയിൽ വിറ്റുപോകാത്ത വണ്ടിയായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ വിലയും കുറവ്, 4 വാൽവ് എഞ്ചിനീയറിംഗ് അന്ന് പഠിച്ചോണ്ടിരുന്ന. ഞാൻ ഇതൊക്കെ പോയിട്ട് 4 വാൽവ് എഞ്ചിനാണ്. അന്ന് ഈ 4 വാൽവ് എന്ന് പറയുമ്പോൾ ആർക്കും വലിയ പിടുത്തം, ആർക്കും അറിയില്ല. അപ്പൊ 4 വാൽവ് കണ്ടപ്പോൾ ആൾക്കാർ ഇത് പണിയാൻ ബുദ്ധിമുട്ടാണ്, വീണ്ടും വില കുറച്ചെന്റെ ഡീലർ പറഞ്ഞു ഇന്ന് എന്ത് കൂടിയ സാധനം, ഇത് പണിയാനും പറ്റില്ല, സെറ്റപ്പ് ആ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വില കുറച്ച് കിട്ടി. DO കൊടുത്തിട്ട് ഞാൻ 10,000 രൂപ കൂടി കൊടുത്തുള്ളൂ. അയാൾക്ക് എന്റെ DO വേണമെന്നായിരുന്നു, KL7 DO ആയിരുന്നു. DOക്ക് അന്ന് കത്തിക്കാൻ ഡിമാൻഡ്. എല്ലാവരും ഞാനൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്ത് KNN ഫിൽറ്റർ ഒക്കെ വെച്ച്. മഞ്ഞ കളറായിരുന്നു അല്ല റെഡ് ആയിരുന്നു, മഞ്ഞ വെച്ചില്ല. അപ്പോ അത് ഡയറക്റ്റ് അയാൾക്ക് അത് എന്റെ വണ്ടി വേണമെന്നായിരുന്നു. അപ്പൊ ഞാൻ അത് കൊടുത്ത് 10,000 രൂപയും കൂടി കൊടുത്തപ്പോ എനിക്ക് 135 ഞാൻ ശരിക്കും തുടങ്ങുന്നത്. എനിക്ക് റൈഡിങ് മനസ്സിലാക്കി എന്താണ് റെവ് മാച്ചിങ്. നമ്മൾ പണ്ട് ടീം BHP ഫോറം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ടല്ലേ ടീം BHP അല്ല, XBHP ഇപ്പൊ. പക്ഷെ ആൾക്കാർ ഇപ്പൊ ഓൺലൈൻ അങ്ങ് നോക്കാമല്ലോ, മാഗസീൻസ് ഒക്കെ ആണെങ്കിലും നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ റെവ് മാച്ചിങ് എന്താ, സെറ്റപ്പ്, പവർ ഷിഫ്റ്റിംഗ് എന്താണ്, ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് എന്താണ്. അന്നൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബൈക്ക് ഓടിച്ചിട്ട് പോലും ഇല്ല. അല്ല ആ ടൈമിൽ എല്ലാം സ്റ്റാർട്ടിങ് ടൈമല്ലേ. അപ്പൊ ആ ടൈമില് അങ്ങനെ എന്നിട്ട് ഞാൻ അന്നും ഈ റവ് മാച്ച് എന്നൊക്കെ പറയുന്നതേ ആൾക്കാർക്ക് കേട്ടിട്ട് പോലും സങ്കല്പിച്ചിട്ട് പോലും. അല്ല, ഇങ്ങനത്തെ ടെക്നിക്കൽ പേര് അറിയില്ലെങ്കിലും കുറെ പേർക്ക് അറിയാണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് ത്രോട്ടിലൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ചെയ്യുന്നത്. അതിന്റെ പേര് റെവ് മാച്ച് എന്ന് പറഞ്ഞ സെറ്റപ്പ് ആക്കി കുറച്ച് കാലം കഴിഞ്ഞിട്ട്. പക്ഷെ ഇത് പഠിച്ച് ഈ ഷിഫ്റ്റിംഗ് കുറച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടി പൾസറിന്റെ ഭയങ്കര നോച്ചി ഗിയർ ബോക്സ്, യമഹ ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ പോലെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് അല്ലേ. അപ്പൊ ഭയങ്കര നോച്ചിയാ. അപ്പൊ ഇത് പ്രോപ്പർ ആക്കണേ നന്നായി റെവ് മാച്ച് ചെയ്തിടണം. റെവ് മാച്ച് അപ്പൊ അറിയില്ലേ, അങ്ങനെ പഠിച്ച് കുറെ സാധനം അങ്ങനെ കുറച്ചൊക്കെ ക്ലച്ചൊക്കെ കത്തിച്ചിട്ടുണ്ട്. പെട്രോളും പോയി. അതിന് കാർബറേറ്റർ വണ്ടികളാ. കാർബറേറ്റർ വണ്ടിയുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് FI വണ്ടികൾ കുറച്ചേ ഉള്ളൂ. ആകെ CBR 250 ഉണ്ടായത്, പിന്നെ ഗ്ലാമർ ഉണ്ട്. ഗ്ലാമർ ഫസ്റ്റ്, പിന്നെ 220 FI ഉണ്ടായത് ആദ്യം ഇറങ്ങിയ. FI എന്നാ ടൈമില്. അപ്പൊ ആ കുറച്ച് വണ്ടിയുണ്ട്. പക്ഷെ FI എന്റെ മെക്കാനിക്കൽ ചോദിച്ചപ്പോൾ FI പറഞ്ഞു മോനെ എടുക്കരുത്, ഇത് തന്നെ പണിയാൻ പറ്റണല്ലോ. ഇപ്പോഴത്തെ ഹെവി വണ്ടി എടുക്കാൻ പോകുന്ന സെൻസർ വണ്ടി എടുക്കുക. അതേപോലെ FI വണ്ടി പ്രശ്നം. അപ്പൊ എന്റെ മനസ്സിൽ എന്റെ പഴയ മെക്കാനിക്ക് പറഞ്ഞ സ്ഥലം വെച്ചിട്ട് ഞാൻ പേടിച്ചിരിക്കും. FI കണ്ട പ്രശ്നമാണ്, വേണ്ട സാധാ കാർബറേറ്റർ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. പൾസർ 135 വെച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഞാൻ ക്ലോസ് ടു 70,000 കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ചു. മറ്റേ ഇത് വെച്ചിട്ട് എന്താ പൾസർ 135 വെച്ച് അല്ല സാധാ സ്റ്റോക്ക് വണ്ടി, സ്റ്റോക്ക് കാർബറേറ്റർ വണ്ടി വെച്ച് ഞാൻ എല്ലാ ആഴ്ചയും കൊച്ചി ടു കോയമ്പത്തൂർ കൊച്ചി ആ വണ്ടിയിലാണ് വന്നോണ്ടിരുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞ ബൈക്ക് എടുത്തൊക്കെ ആണെന്ന് ബൈക്ക് KSRTC പോകുമ്പോൾ ലേറ്റ് ആയിട്ടാ കോയമ്പത്തൂർ എത്താം. ഞാൻ ബൈക്കിൽ പോയ സാധനം സെറ്റപ്പാണ്, പെട്ടെന്ന് എത്താം, പെട്ടെന്ന് എല്ലാ ആഴ്ചയും ഞാൻ വീട്ടിൽ വരാം. പണ്ടൊന്നും പോയാൽ പിന്നെ കോയമ്പത്തൂർ തിരിച്ചു വരില്ല വീട്ടിലോട്ട്. അച്ഛനൊക്കെ ചെയ്യും മോൻ എന്താ വരാത്ത, ഞാൻ കൊടക്കല്ല. ആ സ്പീഡിൽ അന്ന് ആ റോഡിൽ നല്ല റോഡാണല്ലോ ഇപ്പോഴത്തെ പോലെ. അല്ല, അന്ന് മോശം റോഡ്, കുതിരാനൊക്കെ വളരെ മോശമായിട്ടുള്ള കാലം. സ്പീഡൊക്കെ എത്ര മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു? 80. എന്നാലും ഞാൻ ഫുൾ ഗിയർഡപ്പായിരുന്നു. എന്റെ പഴയ ഫോട്ടോ ഞാൻ കാണിച്ച ഫുള്ളി ഗിയർഡപ്പായിരുന്നു. റൈഡിംഗ് ജാക്കറ്റ്, ക്രാംസ്റ്റന്റെ ജാക്കറ്റ് ഉണ്ടായിരുന്നു. ക്രാംസ്റ്റന്റെ ബ്രീസർ വേർഷൻ 1 എന്നൊരു ജാക്കറ്റാണ്. ഇപ്പൊ ബ്രീസർ 5, 6 ഒക്കെ ഇറങ്ങി തോന്നുന്നു. അതിന്റെ കറക്റ്റ് അറിയില്ല, അതൊക്കെ നിർത്തി. കമ്പനി ഇപ്പൊ റൈനോക്സ് എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ മേടിച്ചെടുത്തേ. അപ്പൊ ആ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടാണ് നമ്മൾ പണ്ട് പോകുന്നത്. അപ്പൊ ഈ ചെറിയ വണ്ടിയില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന CBR 250 ഒക്കെ ഉണ്ട്, ഒരു 250 നിഞ്ച 250 ഒക്കെ ഉള്ള പിള്ളേരുണ്ട്. ഹൈവേയിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം, സാധനം വേണം. അപ്പോഴാണ് ഈ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ചെറിയ ഇങ്ങനെ ഇതാണ് എപ്പോഴും അറിയാലേ സെറ്റപ്പ്, നമ്മൾ ഓടിച്ച് യൂസ് ടു ആ. എനിക്ക് അന്ന്
എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ബൈക്ക് വേണം. ആ ബൈക്ക് 135 എനിക്ക് ഇപ്പോഴും ഞാൻ കൊടുത്ത് ഞാൻ ഇപ്പം ആലോചിക്കുമ്പോഴേ പക്ഷേ അത് കൊടുക്കണ്ടേന്ന വണ്ടി ഇപ്പം കൊടുക്കാൻ അത് സത്യം അങ്ങനെ. എൻ്റെ പല വണ്ടികളും ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളെങ്കിലേ ആദ്യം ഉപയോഗിച്ച വണ്ടി കൊടുക്കാൻ ഒരു മനസ്സില്ല. ആ ശരിക്കും. എന്നിട്ട് 2012 ഞാൻ എത്ര 2010 ആ വണ്ടി 135 എടുക്കാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആ 135 എടുക്കാൻ 2011 ടൈമില്ല. എന്നിട്ട് 2 വർഷത്തിലെ 10,70,000 കിലോമീറ്റർ ഓടണം. 2 വർഷത്തില് 10,70,000 കിലോമീറ്റർ ഓടി. ടോട്ടൽ ഓടുവാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 70,000 കിലോമീറ്റേഴ്സ് ആയപ്പോൾ ഞാൻ കൊടുത്തത്. അത് 70,000 എനിക്ക് ഓർമ്മ വരാൻ കാരണം ഞാൻ ആ വണ്ടി കൊടുത്തിട്ട് എടുത്തത് NS200 ഫസ്റ്റ് ഇറങ്ങിയ വണ്ടികളിൽ ബാച്ചിൽ ഉള്ള വണ്ടിയാണ് ഞാൻ എടുത്തത്. 2012 ഡിസംബറിലാണ് വന്ന വണ്ടി. അപ്പോഴാണ് ആ വണ്ടിയിൽ ഞാൻ നോക്കിയത്. എനിക്ക് അന്ന് ആഗ്രഹം വേറെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഡ്യൂക്ക് ആയിരുന്നു എനിക്ക് ആഗ്രഹം. 2011 ഡ്യൂക്ക് തന്നെ. ഡ്യൂക്ക് എടുക്കുന്നതിന്റെ കഥ ഒന്ന് വേറെ തന്നെയായിരുന്നു. ഞാനൊക്കെ സത്യം പറഞ്ഞിട്ടല്ലോ ഒരു രക്ഷയില്ലാതെ ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. കാര്യം നമ്മൾ ആ സമയത്ത് 2012 ലെവലിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സൗണ്ടും രൂപവും പവറും. 220 പവർ ഉണ്ടെങ്കിലേ ഈ ഡ്യൂക്കിന്റെ അത്ര ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ശരിയാ. അത് മാത്രമല്ല അന്ന് ഉണ്ടായിരുന്ന വണ്ടിയിൽ നിന്ന് കംപ്ലീറ്റ്ലി വ്യത്യാസം. പോണ എടാ ഒരു എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആണോ? ചവച്ചിട്ടാണോ പോണ? ഫുഡ് കഴിച്ചിട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡ്രസ് എടുത്ത് ഓ ലൈഫ് എന്താ കൊള്ളാല. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ഡ്യൂക്ക് 200 അന്നുണ്ടായിരുന്ന ഒരു വണ്ടികളിൽ നിന്നും അന്നുണ്ടായ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ സംതിങ് യുണീക്ക് ആയിരുന്നു. ഏലിയൻ ലുക്സ് ആയിരുന്നു. അത് തന്നെ ശരി. ആ ഒരു വണ്ടിക്ക് സിമിലർ. ആ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ, ആ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ട്രെയിൽസ് ഫ്രെയിം ആണെങ്കിലും, പിന്നെ ആദ്യം ഫുൾ ബ്ലാക്കിലാണെങ്കിൽ പിന്നെയാണ് ആ ഓറഞ്ച് കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടോ. എന്നാലും ആ വണ്ടിയുടെ ബിഗ് ടയേഴ്സ് 110 and 140 110 150 സെക്ഷനാണ് വന്നിരുന്നത്. ഡ്യൂക്ക് 200 അതെ. 110 150 തന്നെ അന്നും വന്നത്. അതിന് ABS ഒന്നും ഉണ്ടായിരുന്നില്ല. ABSോ സ്ലിപ്പർ ക്ലച്ചോ ഒന്നുമില്ല. ബ്രേക്ക് റിയർ ലോക്കാണ്. ഫ്രണ്ട് ലോക്കാണ്. ഗിയർ അഗ്രസീവ് ഡൗൺ ചെയ്യാൻ റിയർ വീൽ ലോക്കാണ്. പവറും നല്ല റോനെസ് പവർ ആയിട്ടുള്ള വണ്ടിയാണ്. അന്ന് BSc അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ട് നല്ല റോ ഔട്ട് പവർ കിട്ടുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ നല്ല ഫണ്ണാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എന്നെ ചതിച്ചതാണ് എൻ്റെ വില. 1.30 1.32 ഓൺ റോഡ് പ്രൈസ്. ഓൺ റോഡില്ലേ ഇപ്പൊ ഒരു 125 1.30 എൻ്റെ വില. അപ്പോൾ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബജാജിന്റെ ഷോറൂം. ബജാജിന്റെ ഷോറൂമിൽ കയറി നോക്കിയപ്പോൾ NS200 വരുന്നുണ്ടെന്ന് ഫോറത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നോടും പറഞ്ഞ ഷോറൂം കാര്യമ്പോൾ പുതിയ വണ്ടി വരുന്നുണ്ട്. ഡ്യൂക്ക് 200 ബേസ് ആയിട്ടുള്ള വണ്ടി ബജാജ് ഇറക്കുന്നുണ്ട്. ബജാജാണ് ഡ്യൂക്ക് 200 അന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ അതേ പ്ലാറ്റ്ഫോമിൽ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസ് ആണെന്ന് പറയുമ്പോൾ എൻ്റെ ഓൾറെഡി 135 അതിൽ ഞാൻ സന്തോഷം ഹാപ്പി ആയിട്ട് ഓടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി വില കുറവാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ വീട്ടുകാരെ പിന്നെയും പറഞ്ഞ് ലോണൊക്കെ ഇട്ട് നമുക്ക് വണ്ടി എടുക്കാന്നുള്ളത് മനസ്സിലായി ഞാൻ നിൽക്കുന്നത്. കോളേജിൽ ഞാൻ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഞാൻ NS എടുക്കുക. 2012 2012 ഡിസംബറിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ വണ്ടി കൊടുത്തിട്ട് ആ വണ്ടി എടുക്കുക. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് ഇവിടെ പോപ്പുലർ ബജാജിൽ പോയിട്ട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തന്നെ സെറ്റാണ്. അതിന് 94,000 ആയിരുന്നു. അല്ല 95,000 ഓൺ റോഡ് കൊച്ചിയിലാണ് വണ്ടി ഇറക്കിയത്. ഓൺ റോഡ് NS200 94. ഈ അടുത്ത സമയം വരെ ഒരു 6 വർഷം മുമ്പ് വരെ 1,05,000 റേറ്റ് കൂടിയ. പെട്ടെന്ന് ഈ 5 വർഷത്തെ ഇൻഷുറൻസ് ഒക്കെ വന്നപ്പോഴേ ABS അതൊക്കെ വന്നപ്പോൾ അന്ന് ആ NS ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ വന്ന ടയർ തന്നെ ലോക തോൽവി ടയറായിരുന്നു. TVSന്റെ യൂറോ സ്ലിപ്പ് എന്നാണ് ഞങ്ങൾ സ്നേഹിച്ച് വിളിച്ചിട്ടുണ്ട്. വർഷം സെറ്റ് ചെയ്ത് CD യൂണിറ്റ് മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഫസ്റ്റ് ബജാജിന്റെ വണ്ടിക്ക് ഒരു കൂടെ പറപ്പല്ലേ കംപ്ലൈന്റ്. പക്ഷെ ഞാൻ പ്രോപ്പർലി മെയിൻറ്റെയ്ഡ് എല്ലാം ബൈ ഷോറൂം എങ്ങനെയാണ് ആ ഓണേഴ്സ് മാനുവലിൽ കൊടുത്തേക്കുന്നത് അതേപോലെ ഞാൻ റിലീജിയസ്ലി സർവീസ്. അമ്പലത്തിൽ പോയില്ലെങ്കിലും വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഞാൻ പണിയത്. അങ്ങനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ പാലക്കാടിൽ പണ്ടൊരു ഷോറൂം ഉണ്ടായിരുന്നു. ആ കഞ്ചിക്കോട് പോണ ലെഫ്റ്റ് സൈഡിൽ അത് കൂട്ടിപ്പോയി. അവിടെ ഈ വണ്ടി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഞാൻ NS200. ഈ വണ്ടി ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ ഈ ഷോറൂമിൽ വന്നാ ഞാൻ ചോദിക്കുന്നത്. സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന 2012 തന്നെ ഞാൻ എടുക്കുന്നത്. ശരിയാ 2012 എൻഡിലായിട്ടാണ് ഞാൻ എടുക്കുന്നത്. വണ്ടി അപ്പം തന്നെ വന്നിട്ടുണ്ട്. പണ്ടേ പോലെ ഇങ്ങനെ മീഡിയ കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. വണ്ടി ഇറങ്ങി അപ്പം തന്നെ വരും. അന്ന് പേജ് ഉണ്ടായിരുന്നു. പേജ് അന്ന് 2012 ഒന്നുമില്ല. 2017 18 ഒക്കെ എപ്പോഴാണ് തുടങ്ങി പേജ് തുടങ്ങി. അപ്പോൾ അപ്പോൾ അന്ന് എന്തെങ്കിലും ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. നേക്കഡ് റൂൾസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ നല്ല ടൈമിൽ ഞങ്ങൾ എല്ലാവരും പോയി. അതിൽ ഞങ്ങൾ ഗ്രൂപ്പ് റൈഡ് ഒക്കെ പോയെന്ന്. ഞാൻ കോയമ്പത്തൂരിലാണ് നിന്ന്. അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് റൈഡ് പോകാൻ ഞാൻ ഇവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നാണ് കൊടൈക്കനാൽ പോകുന്നത്. ഞാൻ ഓൾറെഡി കൊടൈക്കനാൽ തിരിച്ച് തൃശ്ശൂർ വന്ന് തൃശ്ശൂരിൽ നിന്ന് വീണ്ടും കൊടൈക്കനാൽ പോകും.
ട്രിപ്പ് റൈഡ് ഫുൾ ട്രിപ്പിംഗ് അത്രയും കിലോമീറ്റർ. അന്ന് പെട്രോളിന്റെ വില 45 രൂപയുള്ളൂ. 45 രൂപക്ക് ആ NS200 ഏകദേശം 45-50 കിലോമീറ്റർ മൈലേജും കിട്ടും. 50 കിട്ടും. 50 പനിയൊക്കെ കുടിച്ചൊക്കെ 50 കിട്ടും. പണ്ടിന്റെ ഓർമ്മയിൽ 50 എന്റെ മനസ്സിൽ. ഞാൻ വീട്ടിൽ വീട്ടിൽ പറഞ്ഞിട്ട് 50 എന്നാ ഞാൻ പറഞ്ഞത്. പെട്രോൾ എത്ര വിലയുടെയും ഞാൻ 50 അടിക്കത്തുള്ളൂ. അങ്ങനെ പറ്റത്തില്ല. വീട്ടിൽ പറയണ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ എന്റെ ഓർമ്മയില് പഴയ NS200 50 കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ. ചിലപ്പം കിട്ടും ബ്രോ. കാരണം BS4 42 കിട്ടുന്നവരുണ്ട്. എന്നാലും 40 കൂട്ടിക്കോ. പക്ഷെ അന്ന് വില കുറവായിരുന്നു പെട്രോളിന്. അതെ, പെട്രോൾ മിനിമം 40 രൂപ പോലും തരത്തില്ല. അതെ, അങ്ങനത്തെ പണ്ട് 1 ലിറ്റർ 45 രൂപ കിട്ടുമായിരുന്നു ആ ടൈം. 2010 ടൈമിലൊക്കെ അതിനെക്കാട്ടി കുഴപ്പം. ഒരു 5 രൂപ കൂടിയെന്ന് ആ കാലഘട്ടത്തിൽ. ഒരു ഇയർ കൂടി. അപ്പോൾ എല്ലാവരും പറയും ഇത്ര വില പെട്രോളിന് പറഞ്ഞ ടൈമാണ്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഓടിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ ചോദിച്ചാൽ പെട്രോളിന് വില 45 രൂപയ്ക്കുമ്പോഴാണ് നീ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം കുഴപ്പമില്ല, ഒരു ഫുൾ ടാങ്ക് അടിച്ച് എനിക്ക് പോവാം. അങ്ങനെ നല്ല എനിക്ക് ശരിക്കും റൈഡിങ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത മോട്ടോർ സൈക്കിൾ അതാണ്. പക്ഷെ എന്നാലും ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പോൾ ചെട്ടിപ്പാളയത്ത് ഒരു റേസ് ട്രാക്ക് ഉണ്ട്. ചെട്ടിപ്പാളയത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം മോട്ടോർ സ്പീഡ് വേ കാണുന്നത്. 2013 അത് കാണുന്നു. പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്നുണ്ട്, അവിടെ അന്ന് അപ്പെക്സിന്റെ ട്രാക്ക് ഡേ ഫസ്റ്റ് ആയിട്ട് അവർ നടത്തുന്നതോ. അപ്പെക്സ് എന്ന് പറഞ്ഞ റേസിംഗ് അക്കാഡമി. അല്ലല്ല, വേറൊരു കമ്പനി, ഒരു റേസിംഗ് സ്കൂളാണ്. അവരാണ് ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് റേസിംഗ് സ്കൂൾ ഇൻ ഇന്ത്യ. അവരാണ് ഒരു സെഷൻ നടത്തുക. അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ ഓർമ്മയുണ്ട് എത്രയായിരിക്കും. അപ്പോൾ ഒരു ദിവസം 30,000 രൂപയാണ്. ഒരു ദിവസം അപ്പൊ ഞാൻ വന്ന വണ്ടി സെറ്റപ്പ്, ലോൺ ഇട്ട വണ്ടിയാണ്. പെട്രോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പെട്രോൾ കാശും ഇല്ലാണ്ടിരിക്കുമ്പോൾ 30,000. വണ്ടിയുടെ പണിയും വേറെ കേട്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി. 30,000 രൂപ ആൾക്കാർ ഓടിക്കേണ്ടത്. അന്ന് ഫുൾ ബാച്ചൊക്കെ വന്ന് അത്രയും ആൾക്കാർ ലെതർ സൂട്ടിൽ വന്ന് സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പോയി എന്തെങ്കിലും ഒന്ന് ഓടിക്കണം. പക്ഷെ അതും അപ്പോൾ എല്ലാ അക്കാഡമി ഞാൻ ചോദിക്കും എല്ലാത്തിനും 30,000 20,000 പ്ലസ് നമ്മുടെ റെന്റൽ ലെതർ സൂട്ടും സാധനമൊക്കെ എടുക്കണം. അതൊക്കെ എക്സ്ട്രാ ആണ്. അപ്പോൾ 30,000 രൂപ ജസ്റ്റ് എൻട്രി മാത്രമാണ്. അപ്പൊ ഞാൻ ഇത് എങ്ങനെ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, സാധനം ചെയ്യാൻ പറ്റുമോ? പക്ഷെ എന്നാലും എനിക്ക് അന്ന് ഡ്രീം ഉണ്ട്. എന്നിട്ട് ഞാൻ അത് വെച്ച് ഞാൻ ഫുൾ ട്രാവലിംഗ് ആയി. ഞങ്ങൾ നേക്കഡ് ഡൂസ് വെച്ചിട്ട് കാണാൻ പറ്റുന്ന സൗത്ത് ഇന്ത്യ മൊത്തം ആ വണ്ടിക്ക് ഇറങ്ങി. കുറേ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇമാനുവൽ ഫിലിപ്സണ്ണി കാണുവാണെങ്കിൽ സംഗീത് ബെൻ ബഷീർ എല്ലാവരും ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ അത്രയും ക്ലോസ് ആയി ഞങ്ങളൊരു ഫാമിലി പോലെ നടന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പം അങ്ങനത്തെ റൈഡിങ് കളിച്ച ക്ലബ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ അത്രയും ക്ലോസ് ടു ആയിരുന്നു. ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കും. അങ്ങനെ ആ ടൈം ഇട്ടു. ഇപ്പൊ കുറച്ച് കോൺടാക്ട് ഒക്കെ കുറഞ്ഞു. പക്ഷെ എന്നാലും അങ്ങനെ റൈഡിങ് കൾച്ചർ മാറി. അതെ, ശരിക്കും ഞാൻ ഇപ്പൊ ആലോചിക്കും, ഞാൻ പഴയ കാലമൊക്കെ എപ്പോഴും റൈഡാണ്. മറ്റേ വണ്ടി കറക്കി ടോപ്പ് സ്പീഡ് അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം. നമ്മൾ അതിൽ ഇടപെടുന്നില്ല. അല്ല, അത് മാറി, കൾച്ചർ മാറിയെന്ന്. ശരി, ആ ട്രാവലിംഗ് കളിച്ചാൽ മാറി. എനിക്ക് അന്നും ഭയങ്കര ആഗ്രഹം, ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ട്രാക്ക് ഇപ്പം ഞാൻ കാണുന്നേ ഉള്ളൂ സാധനം ഈ MotoGP, റോഡ് റേസിംഗ് ക്ലോസ് സർക്യൂട്ടിൽ വണ്ടി ഓടിക്കുന്നതിന് റോഡ് റേസിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ സ്ട്രീറ്റിൽ ഓടിക്കുന്നില്ല. അപ്പോൾ ഈ MotoGP സെറ്റപ്പ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അത് ഓടിക്കണമെന്നുണ്ട്. NS ഉണ്ട്, പവർഫുൾ വണ്ടിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചോരത്തിറപ്പല്ലേ, ഇട്ട് ഓടിക്കാൻ പൊളിക്കണം. എവിടെയെങ്കിലും പോയി പൊളിക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കാം. നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കാമെന്ന് പറഞ്ഞാൽ NS200 ടോപ്പ് സ്പീഡ് അടിക്കാൻ നോക്കും. ആ പ്രായത്തിൽ എല്ലാം ചെയ്യും. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരും ചെയ്യുന്ന, ഞാനും ചെയ്തില്ലെന്നൊന്നും പറയുന്നില്ല. കുറേ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്, പോലീസും പിടിച്ചിട്ടുണ്ട്, ഫൈനും അടച്ചിട്ടുണ്ട്. എല്ലാ സാധനവും അങ്ങനെ പഠിച്ചു വന്നത്. ഇപ്പോൾ ഒറ്റയടിക്ക് ഞാൻ വന്നു കയറിയിട്ട് നിങ്ങളെല്ലാം റോഡിൽ ഓടിക്കരുത്, മാന്യമായിട്ട് ഓടിക്കണം, എല്ലാം ഇങ്ങനെ അക്രമം കാണിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ എല്ലാവരും ചെയ്യും. എല്ലാം തീർച്ചയായിട്ടും ചെയ്യും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ബ്രോ അന്ന് ഹെൽമെറ്റും ബ്രോ സൂട്ടും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു ഇട്ടിട്ടുള്ള. ഹെൽമെറ്റ് മിനിമം ഒരു ഹെൽമെറ്റ് ഡബിൾ ഡീറിംഗ് ഉള്ള ഹെൽമെറ്റ് ഒക്കെ ഇട്ട്. ഇപ്പൊ വരുന്ന പിള്ളേർക്ക് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാത്തില്ല. ഹെൽമെറ്റ് ഇടാതെ ചില ആൾക്കാർ ഹെൽമെറ്റും ബാക്ക് ഗ്ലൗസും ബൂട്ട് ഞാൻ എപ്പോഴും ഇറക്കാൻ പറ്റും. കാലിന് ഇഞ്ചുറി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, പുള്ളിയൊക്കെ കുറച്ച് ഇങ്ങനെ ഇഞ്ചുറീസ് ഒക്കെ വന്നാൽ എപ്പോഴും നല്ല ബൂട്ട്സ് ട്രൈ ചെയ്യുക. എല്ലാവരും സ്ലിപ്പേഴ്സ് ഇട്ട് വണ്ടി ഓടിക്കാറുണ്ട്. പക്ഷെ അത് മാറ്റിയിട്ട് പ്രോപ്പർ ലെതർ ഷൂവാണ് ഏതെങ്കിലും ഇട്ടൊന്ന് ഓടിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. എപ്പോഴും ലെതർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഷൂ എപ്പോഴും ശ്രദ്ധിക്കണം. കാലിലാണ് കൂടുതൽ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. ഗ്ലൗസ് ഇല്ലെങ്കിലും ജാക്കറ്റ് ഇല്ലെങ്കിലും കുറച്ച് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ബൂട്ട് കാലിനൊക്കെ ഫിംഗറൊക്കെ കട്ടായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ. അപ്പോൾ ആ NS സത്യം പറഞ്ഞാൽ ഈ ഡ്യൂക്കിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ NS ഇരിക്കുന്നത്? അതോ ഇല്ല, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. ഈ ബേസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ ഇപ്പൊ ഡ്യൂക്കിന്റെ സെയിം ബേസ് ആന്ന് പറയുന്നത് എന്തുവാ? അതിന്റെ ബോർ സ്ട്രോക്ക് സെയിം അളവിലായിരിക്കും. സിമിലർ ആയിട്ടുള്ള അതിന്റെ ആർക്കിടെക്ചർ എന്നാണ് കുറച്ചുകൂടി എഞ്ചിനീയേഴ്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 200 മാനുഫാക്ചർ ചെയ്ത ബജാജിന് അവരുടെ പ്ലാറ്റ്ഫോമിൽ അവരുടെ ടെക്നോളജി ഷെയറിംഗ് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് സെയിം പ്ലാറ്റ്ഫോമിൽ വെക്കാം. അതിന്റെ ഗിയർ റേഷ്യോസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായത്. കുറച്ചും കൂടി ടോളർ ആയിട്ടാണ് NS റൺ ചെയ്തത്. കുറച്ച് ടോളർ ഗിയറിംഗ് ആയിരുന്നു. ടോപ്പ് സ്പീഡിനായിട്ട് കുറച്ച് ടോപ്പ് സ്പീഡായി ബെറ്റർ ആയിട്ട് റൺ ചെയ്യുക. കുറച്ച് ടോളർ ഗിയറിംഗ് ആയിരുന്നു. ബാക്കിയാണ് ഈ കമ്പോണൻസ്, മാനുഫാക്ചറിംഗ് ഉപയോഗിച്ച കമ്പോണൻസ് കുറച്ച് ചേഞ്ച് ഉണ്ട്. ക്യാം ഷാഫ്റ്റ് ഡിസൈൻ അതിൻ്റെ കുറച്ച് ചേഞ്ച് ഉണ്ട്.
അങ്ങനെ വെച്ചിട്ട് ടു മേക്ക് ഇറ്റ് മോർ അഫോർഡബിൾ ആക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്തേക്കണം. അതിനല്ലാണ്ട് ഈ ഉപയോഗിക്കും മെറ്റലർജി എന്ന സാധനമുണ്ട്. നമ്മൾ എന്തൊക്കെ കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കേസിംഗ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ സിലിണ്ടർ പിസ്റ്റനൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, അതിലൊക്കെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്യൂക്ക് 390 ഒക്കെ അതിന് പ്രത്യേക കോട്ടിങ് കൊടുക്കുക, നിക്കസിൽ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് എഞ്ചിനീയർ പറഞ്ഞു തന്ന സാധനം അവർ ഇന്ത്യയിലെ പിസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഷിപ്പ് ചെയ്യും. പുറത്തോട്ട് ഷിപ്പ് ചെയ്തിട്ട് വേറൊരു എക്സ്റ്റേണൽ കോട്ടിങ്ങാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ ആ കോട്ടിങ് ചെയ്യുന്നുണ്ട്. നിക്കസിൽ എന്ന് പറഞ്ഞ കോട്ടിങ്. ഇപ്പോൾ യമഹക്കൊക്കെ പണ്ട് ഡയാസിൽ നിന്നൊക്കെ ആണോ ഓക്കെ കോട്ടിങ് കൊടുക്കാറ്. ഹീറ്റ് റെസിസ്റ്റന്റ് കോട്ടിങ്, സെറാമിക് കോട്ടിങ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ കോട്ടിങ് കൊടുക്കാൻ ടു പ്രിവെന്റ് ഹീറ്റിംഗ് ആയിട്ട് ബെറ്റർ ഹീറ്റ് ഡെസിപ്പേഷന് വേണ്ടിയാണെങ്കിൽ ആ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അറ്റ് ഫാക്ടറി. അപ്പോൾ എന്നോട് പണ്ട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. എനിക്ക് ഞാൻ ബജാജ് പ്ലാന്റ് ആദ്യമായിട്ട് 2017 17 പോകുമ്പോഴാണ് ഈ ചോദ്യം. അതിൻ്റെ ഇടയിൽ ഒരു കഥയുണ്ട്. 2013 ഇന്ത്യൻ ചരിത്രം മാറ്റിയൊരു കഥ. ശരിക്കും 2013 ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ ഹിസ്റ്ററി മാറ്റിയത്. പണ്ട് 1989 RD350 ഒക്കെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിലും 2013 റെവല്യൂഷണറി ആയിട്ട് അഫോർഡബിൾ പ്രൈസിൽ ഒരു സാധനം ഇറങ്ങി, ഡ്യൂക്ക് 390 അല്ലേ? അതെ. അപ്പോൾ ഞാൻ NS200 നടക്കുന്ന സമയത്ത് ഈ വണ്ടി കാണുന്ന ഫസ്റ്റ് വണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് അക്കു എന്ന് പറഞ്ഞാൽ, അക്കു ശരിക്കുള്ള നെയിം ആകാശ് എന്നാന്ന് പറഞ്ഞാൽ അക്ഷയ് എന്നാണ് ശരിക്കുള്ള പേര്. അദ്ദേഹമാണ് ഫസ്റ്റ് വണ്ടി കേരളത്തിൽ ഇറക്കുന്നത്. തിരുവല്ലക്കാരനാണ്. വണ്ടി ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ വണ്ടി പോകാനോ അടുത്തോ ഒരു ഗ്യാപ്പ് കൊടുക്കണം. വണ്ടി അത് ഇപ്പോഴോ ഇത് കഥയാണ്. കട്ട് അതെ, കട്ടിങ് ഒന്നുമില്ല, ഫുൾ റോയാ. അത് ഹാൻഡിലൊന്നും ജസ്റ്റ് വിളച്ചത് ഓ ബ്രോ ശരി സിമ്പിളല്ലേ എടാ. നിന്നെ കുറച്ച് ചരിഞ്ഞല്ല വണ്ടി. ചരിഞ്ഞ് ഇനി നമുക്കിനി ഇങ്ങനെ ഒന്ന് മതിയാ മതി. ഈ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഒരു പുകയൊക്കെ വണ്ടി കത്തണ്ട. എഞ്ചിൻ ഓയിൽ ഇത്രയും കത്തത്തില്ല എഞ്ചിൻ ഓയിൽ. കോഴി കൊത്തോ? കോഴിയാ? ഒരു കോഴിയെ കൊത്താനേ ഞാൻ ബിലാലിനെയൊക്കെ ആദ്യം കുത്തണം. നമുക്ക് പുറകില എന്റെ പുറകിലായിരുന്നു. ഇത് മൊത്തത്തിൽ പൊട്ടിയിരിക്കും അല്ലേ? ഇല്ല, ഫിറ്റ് ചെയ്യാൻ ബാക്കി കൊണ്ടുവരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നേ അപ്പോഴാണ് നിർത്തിയത്. അപ്പോൾ 2013 ശരിക്കും ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ശരിക്കും ചേഞ്ച് ചെയ്ത് അഫോർഡബിൾ പ്രൈസിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ എന്നോട് ആൾക്കാർ പറയുന്നത്, ഞാൻ NS200 ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു വരുന്ന കാര്യം, ഇത് ഭയങ്കര സീനാ ദീപക്കെ, ഇത് ഓടിച്ച കൈ നിൽക്കില്ല, NS ഓടിക്കണ പോലെ ഓടിക്കരുത്. അപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഡേഞ്ചർ സാധനം. അന്ന് ABS ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡുവൽ ചാനൽ ABS ഉള്ള മോട്ടോർ സൈക്കിൾ. ഹോഴ്സ് പവർ 43.5 ഹോഴ്സ് പവർ, 35 Nm ഓഫ് ടോർക്ക്, വെയിറ്റ് 148 kgs വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ. ബ്രില്യൻ മോട്ടോർ സൈക്കിൾ പീസ് ഓഫ് എഞ്ചിനീയറിംഗ് ആയിട്ട് മെറ്റ്സിലെ W റേറ്റഡ് ടയേഴ്സ് ഫ്രം ജർമ്മനി വരുന്ന ടയേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലത്തെ ഇപ്പോൾ ഇറങ്ങുന്ന പോലത്തെ H റേറ്റഡ് ചൈന ടയേഴ്സ് അല്ല, പ്രോപ്പർ ജർമ്മനിയിൽ നിന്ന് വരുന്ന ടയേഴ്സ്. ഭയങ്കര ഗ്രിപ്പ് ഓഫർ ചെയ്യുന്ന ടയേഴ്സ്. അന്നത്തെ കാലത്ത് നമ്മൾ യൂറോ ഗ്രിപ്പിൻ്റെ ചാത്തൻ അന്നത്തെ ലോ ക്വാളിറ്റി ഹാർഡ് കോമ്പൗണ്ട് ടയറിൽ നിന്ന് ഒരു പ്രോപ്പർ ബൈക്ക് കോമ്പൗണ്ട്, സെൻറ്റർ പോർഷൻ ഹാർഡും സൈഡ് പോർഷൻ സോഫ്റ്റ് ആയിട്ടുള്ള ടയർ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞാൻ അത് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാവും, ഒരു ദിവസം എടുക്കുവാണെങ്കിൽ ഈ വണ്ടി എടുക്കണം. പക്ഷെ അപ്പോൾ തന്നെ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. കൈ കൊടുത്താൽ പവർ വീല്. ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു പവർ വീല് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും, ബൈക്ക് കൈ കൊടുത്താൽ. പക്ഷെ അറിയാണ്ട് നമ്മൾ വണ്ടി സന്തോഷം വെച്ച് കൈ കൊടുത്തു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ട്, ആ കണക്ഷൻ വിത്ത് മോട്ടോർ സൈക്കിൾ. അതായിരുന്നു ഡ്യൂക്ക് 390 കൊണ്ടുവന്ന ഒരു സെറ്റപ്പ്. അത് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അന്ന് വേറൊരു വണ്ടി ഒരു സാധനം എടുക്കാൻ പറ്റില്ല. അത് എന്നിട്ട് ഞാൻ എടുത്തിട്ട് വണ്ടി NS200 ഞാൻ കൊടുത്തില്ല. ആ ടൈമിൽ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞ് കുറച്ചൊക്കെ കരഞ്ഞ് കാലൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞു എടുത്ത് അഴിക്കണ്ട അവിടെ ഇരിക്കണ്ട്. പണിത് സെറ്റാക്കി 2014 എൻഡിൽ 2015 2,05,000. അല്ല, എന്റെ ഫ്രണ്ട് എടുത്ത 1,97,000 ഓൺ റോഡ് കൊച്ചി കേരള എടുത്ത ആ വണ്ടി ഇപ്പൊ വിൽക്കാനിട്ട എങ്ങനെ പോലെ ഒരു 1,50 1,20 കിട്ടും. എങ്ങനെ അത്രക്ക് ഡിമാൻഡായി. അതെ അതെ ഹെവി ഡിമാൻഡ്. അതെ, അത് CBR 2,10 2,15 ഉണ്ടായിരുന്നു ഓൺ റോഡ്. CBR-നെക്കാട്ടിയും വില കുറവായിരുന്നു ഡ്യൂക്ക് 390. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ NS200 പോകുമ്പോൾ CBR 250 ഒക്കെ എന്നെ ഹൈവേയിലിട്ട് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ദൈവമേ ഇത്. പക്ഷെ അതിന് വില കൂടുതലാണ്. നമുക്ക് 1 ലക്ഷത്തിന് വണ്ടി വെച്ചിട്ട് 2 ലക്ഷത്തിന് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹോണ്ടയുടെ റിഫൈൻമെന്റ് ഇതൊന്നും. പക്ഷെ അന്നത്തെ ടൈമിൽ എനിക്ക് ആലോചിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഓൺ പേപ്പർ സ്പെസിഫിക്കേഷനായി കൂടുതൽ ഞാൻ നോക്കിയത്. അതുണ്ടായിരുന്നു എൻ്റെ ഒരു കാലഘട്ടം. ആ ടൈം 2016 വരെ ഞാൻ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കി ഓടിക്കുന്ന ഒരാളായിരുന്നു.
10 years ബാക്ക് വരെ ഞാൻ നോക്കുമായിരുന്നു. വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ സെറ്റപ്പ് ആണെങ്കിൽ ഓടിച്ചു നോക്കിയിട്ടല്ലേ ഞാൻ എൻ്റെ പെർഫോമൻസ് പറയും. ഞാൻ ഓൺ പേപ്പർ നോക്കി ഓക്കെ ഇതിന് സ്പെക്സ് കൂടുതലാണ്, ഇതിൻ്റെ പവർ അങ്ങനെ അതിൻ്റെ പവർ റെവിങ് ഒന്നും നോക്കുന്നില്ല, പവർ ബാൻഡ് ഒന്നും നോക്കുന്നില്ല. ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കും. 43 ഹോഴ്സ് പവർ ഉണ്ട്, ഇത് മറ്റേതിനൊക്കെ അടിക്കും. എന്നാൽ അതിന് നല്ല സസ്പെൻഷൻ ആണോ, നല്ല ബ്രേക്സ് ആണോ, നല്ല ഹാൻഡ്ലിംഗ് ആണോ, അതൊന്നും നോക്കുന്നില്ല. ഇപ്പോഴുള്ള പല ആൾക്കാരും ഇപ്പം സ്റ്റിൽ നോക്കുന്നത് പേപ്പർ സ്പെസിഫിക്കേഷൻ. കാര്യം ഇതിനെല്ലാം മാറ്റിമറിച്ചൊരു വണ്ടി ഡൈനാമിക് എൻട്രി സ്മൂത്തസ്റ്റ് ഓഫ് ദ ഇന്ത്യ വന്ന് നമ്മുടെ ടെസ്റ്റ് റൈഡർ എത്തി. ഇതാണ്. അപ്പം ഒരു പരസ്യം കൊടുത്തു. വീട് കളിയാക്കി. കാസ്ട്രോളിന്റെ പവർ 1 അൾട്ടിമേറ്റ് ഒഴിച്ച വണ്ടിയാണ്. ഇപ്പൊ ഭയങ്കര സ്മൂത്ത് ആയ ഒരു എഞ്ചിനാണ് അല്ലേ? ഫുൾ സ്മൂത്ത് അല്ലേ? വണ്ടിയെ മാറിപ്പോയെന്ന്. ഞാൻ ഓടിക്കുന്ന ഒരു കപ്പലാണോ എന്നൊക്കെ. ഓക്കെ ഞാൻ കയറ്റി എടുത്തു ചായ. നീ വണ്ടി അപ്പുറത്ത് വെച്ചോ. നീ അങ്ങോട്ട് കയറ്റി വെച്ചു ഉള്ളിലോട്ട്. നമ്മുടെ സ്ഥലമല്ലേ. അപ്പം എല്ലാരും ഇപ്പം ആ ഒരു മിക്കവരും എനിക്ക് അതൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അത് ഈ സെയിം സംഭവം എനിക്ക് തന്നെയാ. കാര്യം ഞാൻ നോക്കിയപ്പോ എന്തോ 250cc ഒട്ടും പവർ ഇല്ലാത്ത വണ്ടി, പക്ഷെ ഓടിച്ചപ്പോ നല്ല ആക്സലറേഷൻ, നല്ല ആക്സലറേഷൻ. ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കരുത്. പക്ഷെ അന്നത്തെ ടൈം നമ്മളത് കേൾക്കില്ല. ആരാണെങ്കിലും കേൾക്കില്ല. ഞാനും കേട്ടില്ല. എന്നോടും കുറെ പേര് പറഞ്ഞു ഡ്യൂക്ക് വേണ്ടി അത്ര റിലയബിൾ മോട്ടോർ സൈക്കിൾ അല്ല, അത്ര ടൂറിംഗ്. ഇതിന്റെ പേർപ്പസ് ടൂറിംഗ്. ഇതിന് മൈലേജ് ആകെ 25, 24, 23 കിട്ടും. മര്യാദക്ക് ഓടിച്ചതിന് 23, 24 കിട്ടും. ഒരു ഫുൾ ടാങ്ക്. അന്ന് 10.5 ലിറ്റർ അതിന്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പൊ ഫുൾ ടാങ്ക് അടിച്ചതിന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 200 കിലോമീറ്റർ ആകുമ്പോൾ പഠിക്കാം. ഞാൻ സ്ഥിരം കോയമ്പത്തൂർ, സ്ഥിരം ബാംഗ്ലൂർ പോകുന്ന ഒരാളാണ്. അപ്പൊ ഇതിന് ടയേഴ്സിന് എക്സ്പെൻസീവ്. ടയേഴ്സിന് 13,000 പെയറിന് അന്നും വില കുറവ്. പക്ഷേ അന്നത്തെ ടൈം ടയേഴ്സ് ഭയങ്കര അഫോർഡബിൾ ആണ്. 5,000 രൂപയ്ക്ക് മിഷലിന്റെ 6,000 രൂപയ്ക്ക് മിഷലിന്റെ പൈലറ്റ് സ്ട്രീറ്റ് കിട്ടുമായിരുന്നു. പൈലറ്റ് സ്ട്രീറ്റിന്റെ 2 ടയർ, പെയർ ഓഫ് ടയർ കിട്ടുമായിരുന്നു. 110 and 140. 5,000 രൂപയ്ക്ക് ഇപ്പൊ ഒരു 10-12,000 രൂപ അങ്ങനെ. അന്ന് അത് 6,000 രൂപയെന്ന് എൻ്റെ ഓർമ്മയിൽ. ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയണ്ടേ, ഫാക്ട് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിന് ഏകദേശം 3 ഇരട്ടി വിലയുണ്ടായിരുന്നു. KTM ഒരു സെറ്റ് ടയർ. അത് 10,000 കിലോമീറ്ററിൽ തീരും. 10,000 കിലോമീറ്ററിൽ ഫ്രണ്ടും ബാക്കും തീരും. ഫ്രണ്ട് കുറച്ചെണ്ണം ബാക്ക് പെട്ടെന്ന് തീരും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എപ്പോഴും ഞാൻ എല്ലാവരും ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അഫോർഡബിൾ, എൻജോയബിൾ ആയിരിക്കണം. ഈ ഡ്യൂക്ക് 390 എന്ന് പറഞ്ഞാൽ കാല് തന്തൂരിയാവും. ബാംഗ്ലൂർ ട്രാഫിക്കിൽ എത്തിക്കഴിഞ്ഞാൽ, കോയമ്പത്തൂർ ഉക്കടം ട്രാഫിക്കിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാല് പൊരിഞ്ഞു തുടങ്ങും. ഫസ്റ്റ് BS3 ജനറേഷൻ കേട്ടോ. അപ്പോൾ അതിനൊക്കെ അത്രയും ഹീറ്റിംഗ് ഉള്ള മോട്ടോർ സൈക്കിൾ മാത്രമേ ടയറും പെട്ടെന്ന് തീരും. അപ്പോൾ പിന്നെ ഫ്യൂൽ എക്കോണമി ഇല്ല, അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റപ്പ് ഉള്ള മോട്ടോർ സൈക്കിൾ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയൊക്കെയാണ് ഒരു കോസ്റ്റ് കട്ട് ചെയ്തത്. ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻമൈ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു 90% എഞ്ചിൻ മാത്രമല്ല. എല്ലാവരും വിചാരിക്കും എഞ്ചിൻ മാത്രം മതി. പക്ഷേ അതല്ലാണ്ട് കുറേ വേറെ കോമ്പോണൻസ് ഉണ്ട്. നല്ല സസ്പെൻഷൻ, നല്ല ബാക്ക് ഷോക്ക് ആണെങ്കിൽ, നല്ല ഡിസ്ക് ബ്രേക്കിംഗ് സെറ്റപ്പ് ഒക്കെ, നല്ല ഹാൻഡിൽ ഷാസി ജോമെട്രി. ബ്രേക്ക് പാഡ് ആണെങ്കിൽ പോലും ബ്രേക്ക് പാഡ് ആണെങ്കിൽ സിൻഡർ. അന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഓർഗാനിക് ബ്രേക്ക് പാഡ്സാണ് അതിന് കൊടുത്തത്. ഡ്യൂക്ക് 390ക്ക് ചെറിയ ഡിസ്ക്രോട്ടർ, 280mm ഡിസ്ക്രോട്ടറാണ്. 300mm ആണെന്ന് അന്ന് ഇറങ്ങിയ ടൈം വന്ന്. ഇപ്പോൾ 320 ആക്കി. അന്ന് അത്രയും ചെറിയ ഡിസ്ക്രോട്ടറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡിസ്ക്രോട്ടർ വെച്ച് ചെറിയ സെറ്റപ്പ് വെച്ച് ലൈറ്റർ വെയിറ്റ് വീൽസും ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ബാംഗ്ലൂർ പോയ വഴിക്ക് എൻ്റെ വീല് പൊട്ടിപ്പോയി, അലോയ് പൊട്ടി ക്രാക്ക് ആയിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു പാലത്തിൻ്റെ അടുത്ത് ഹീറ്റ് തെർമൽ എക്സ്പാൻഷന് വേണ്ടി ഒരു ഗ്യാപ്പ് ഇടില്ലേ, ആ ഗ്യാപ്പിൽ തട്ടി ഫ്രണ്ട് അലോയ് പൊട്ടി. അലോയ് ക്രാക്ക് എന്നിട്ട് മാറ്റി അവർ കുറച്ച് വെയിറ്റ് കൂടി അലോയ്ക്കുക. പക്ഷേ ഞാൻ ഇപ്പോൾ എൻ്റെ RCയിൽ ലൈറ്റർ വെയിറ്റ്. അതിന് മുമ്പ് എൻ്റെ ഡ്യൂക്കിൽ ഞാൻ ഇപ്പോൾ മുമ്പ് ഇട്ടുന്നത് ഫസ്റ്റ് ഇറങ്ങിയ 2013 അലോയ്സ്. അത് ലൈറ്റർ വെയിറ്റ് അലോയ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൻസ്പ്രങ് മാസൂർ ഹാൻഡ്ലിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ട്രാക്കിലാണ് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡ്യൂക്ക് 390 എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്കിൽ ഓടിക്കുകയാണെങ്കിൽ അന്ന് KTM ട്രാക്ക് ഡേയ്സ് ഉണ്ടായിരുന്നു. ഓറഞ്ച് കപ്പും ഉണ്ടായിരുന്നു. അതുപോലെ ട്രാക്ക് ഡേയ്സും കണ്ടക്ട് ചെയ്യുന്നു KTM. 1000 രൂപ ഫസ്റ്റ് ഫ്രീ ആയിരുന്നു, പിന്നെ 1000 രൂപ ചാർജ്. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രാക്ക് ഓടിക്കും വിത്ത് കോച്ചിങ്. നിങ്ങൾക്ക് അപ്പെക്സ് ആയിരുന്നു ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പിന്നെ ഗസ്റ്റോ റേസിംഗ് അങ്ങനെ പഠിപ്പിച്ചു തരും നമുക്ക് എങ്ങനെ ട്രാക്കിൽ ഓടിക്കണം. 1000 രൂപയ്ക്ക് വിത്ത് ഫുഡും തരും. അപ്പം ഞാൻ ഇവിടുന്ന് കോയമ്പത്തൂർ അവിടെ പോയി വണ്ടിയായിട്ട് പോയിട്ട് ഓടിക്കും. അന്ന് സൂട്ടൊന്നും വേണ്ട, പാഡ് വെച്ചാൽ മതി. ഷൂ വേണം. നീ പാഡ്, എൽബോ പാഡും, ജാക്കറ്റ്, റൈഡിങ് ജാക്കറ്റ്, മെഷ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഞാൻ കുറെ ഓടിച്ച് കുറെ പേര് വീണുണ്ട്. കുറെ ഇഞ്ചുറീസ് ഒക്കെ അന്ന് പറ്റിയാണ്. അന്നൊന്നും ഇത്ര സേഫ്റ്റി റെഗുലേഷൻ ഇല്ല. ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരില്ലേ വീണ് കഴിഞ്ഞാൽ നല്ല ഇഞ്ചുറി ഒക്കെ. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കുറെ ഇഞ്ചുറീസ് കിട്ടിയ, കൈയും കോളർ ബോണൊക്കെ ഒടിഞ്ഞാൽ
പക്ഷെ അന്നൊന്നും ആ ചിന്താഗതി ഇല്ലല്ല. വീഴുന്നുള്ള പ്രതീക്ഷ ഇല്ലാണ്ട് നമ്മൾ ഓടിക്കുന്നത്. വീണാലും വിഷയമില്ലെന്നുള്ള ഒരു വീണാലും അന്ന് ആ ടൈമിൽ നമുക്ക് നല്ല റിക്കവർ ചെയ്യാം. വീണ് കൈ കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ച റിക്കവർ റെസ്റ്റ് എടുത്ത് മറ്റേ കോളബോണൊക്കെ ഓടിച്ചാൽ പണിയാം. പക്ഷെ അതല്ലാണ്ടൊക്കെ കളകായം വീണ്ടും വന്ന് വണ്ടി ഓടിക്കുക. കുറെ വീടുണ്ട്. ഡ്യൂക്കിലൊക്കെ ഞാൻ അത്രയും വീണ്. ഡ്യൂക്കിന്റെ ഷാസി ഞാൻ 2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടെ എഞ്ചിൻ മാറിയിട്ടുണ്ട്. എഞ്ചിൻ 8 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. 8 പ്രാവശ്യം എനിക്ക് എൻ്റെ 8 പ്രാവശ്യം എഞ്ചിൻ മാറ്റിയിട്ടുണ്ട്. 8 ടൈംസ്. എന്നോട് പറയാം, ഒരു KTMന്റെ ഇവിടുത്തെ സാറ്റലൈറ്റ് ടീം ഉണ്ട്. ആ റേസിംഗ് ടീം റേസിംഗ് ടീം അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ എഞ്ചിൻ മാറ്റിയാണ്. ഫ്രം 2015 തൊട്ടിട്ട് ഇപ്പോൾ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടി കാണും? ഈ വണ്ടി ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. ഒരു സ്റ്റോക്ക് എഞ്ചിൻ. എനിക്ക് RC ഉണ്ടല്ലോ. അപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ എന്തായാലും മാറണം എഞ്ചിൻ. 1 ലക്ഷത്തിലല്ല, ഇത് ട്രാക്ക് ഓടിക്കുമ്പോൾ നമ്മൾ പണിയും വണ്ടി ECU ട്യൂൺ ചെയ്യും, കസ്റ്റം ECU, എയർ റേസറിന്റെ ECU ഒക്കെ വെക്കുന്ന ഫുൾ പെർഫോമൻസ്. ഇൻഡേക്ക് ഇപ്പൊ മറ്റേ വണ്ടിയുടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡേക്ക് എയർ ബോക്സും കൂടി ഇല്ല, ഡയറക്റ്റ് എയർ ഇൻ ടു ദ ത്രോട്ടിൽ ബോഡി. ഒരു വണ്ടി ഉണ്ടല്ലോ RC390. അതുണ്ട്, അവിടെ ഉണ്ട്. അവിടെ ഉണ്ടല്ലേ? അത് അന്ന് പൊളിഞ്ഞ് ഓർമ്മ. അതെ, അത് തന്നെ. നമ്മൾ എത്ര എണ്ണം പൊളിക്കുന്നുണ്ട് ആ വണ്ടിയില്ലേ? അതിന്റെ ഷാസി 3 പ്രാവശ്യം വൈറലായ ഒരു പൊളിക്കലായിരുന്നു. അതെ അതെ ശരി. അത് ഞാൻ R3 എടുത്തു. R3 ഇപ്പൊ ഉണ്ട് ഇവിടെ. മറ്റേ വീട്ടിലേക്കുണ്ട്. അത് R3 RC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വലിയ കഥ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കുവാണെന്ന് പറഞ്ഞാൽ KTMs ആർ മച്ച് ബെറ്റർ. അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്, ഷോക്ക് ഒക്കെയാണ്. പക്ഷേ ഈ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ അല്ല അതിന്റെ ഹൈലൈറ്റ്, അതിന്റെ ഷാസി ജോമെട്രി, അതിന്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് അല്ലെങ്കിൽ നോർമൽ ടെലിസ്കോപ്പിക് ആണെങ്കിലും R3 ഒരു പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ കോൺഫിഡൻസ്, അതിന്റെ നിംബിൾനെസ്, എത്ര ഈസി ആയിട്ട് ഒരു കോർണറിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതെ അതെ. ഇപ്പൊ KTM എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്പീഡ് ഒരു 175 കോർണർ അത്രയും സ്പീഡിലൊന്ന് ബ്രേക്ക് പിടിക്കാം. പക്ഷേ യമഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ R3യുടെ പ്രത്യേകത അല്ലെങ്കിൽ R15 V3യുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് വണ്ടികളൊക്കെ എയർ കൂൾഡ്, ഓയിൽ കൂൾഡ്, പിന്നെ ലിക്വിഡ് കൂൾഡ് വണ്ടികൾ. ഹിമാലയ ഉണ്ട്. ആദ്യം പണിയിട്ട് ഹിമാലയൻ കേരള ബോർഡർ കടക്കുന്ന മുമ്പ് ഇമ്പൾസ് ഓടിക്കാൻ വേണ്ടി മേടിച്ച് കൊടുത്തൊരു വണ്ടിയാണ്. പക്ഷെ വൈഫ് ഓടിച്ചില്ല. വീട് വണ്ടി കൊണ്ട് നടക്കണം. വീട് വണ്ടി കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീട് പോകാൻ നിറച്ചുണ്ട്, അപ്പുറത്തെ വീട്ടിലൊക്കെ കാറൊക്കെ ഇട്ടേക്കണം. നമ്മളെ മാരകമാണ് ഇതൊക്കെ കാര്യമായിട്ട്. അതിന്റെ ചരിത്രം ഈ ക്യാമറയുടെ പുറകെ അറിയാം. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയാണോ അല്ലോ? ആ വണ്ടി ഇങ്ങോട്ടല്ലേ മാറ്റി അയാൾ ഇടിച്ച് പറിക്കും. അടുത്തത് നമുക്ക് എന്താ ഇനി എയറോക്സിനെ പറ്റി പറയല്ലേ? സൗണ്ട് മാത്രം